പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവവചനത്തെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ആഴം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും ശക്തമേറിയ പരിവർത്തനം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്, സാധ്യമാണ് ദൈവവചനത്തിൽ. നമ്മൾ കർത്താവിന്റെ വചനത്തെ മനസ്സിലാക്കുമ്പോൾ വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത്. റോമാലേഖനം 10:17 ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാവും. അപ്പൊ ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്ഭുതങ്ങൾ പ്രാപിക്കാനായിട്ട്. നമുക്ക് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: സംശയിക്കുന്നവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കുമെങ്കിൽ അത് ലഭിക്കും. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി എന്ത് പ്രാർത്ഥിച്ചാലും നൽകി തരും. അപ്പോ വിശ്വാസത്തെക്കുറിച്ച് വളരെ പ്രാധാന്യമായിട്ടാണ് വചനത്തിൽ പറയുന്നത്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം, വിശ്വസിക്കുമ്പോൾ നീതീകരിക്കപ്പെടും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട്. അപ്പൊ വിശ്വസിക്കുന്ന ഒരുവനിൽ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേൾവിയാണ്. കേൾവി ക്രിസ്തുവിന്റെ വചനം. ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുമ്പോൾ പുനരുത്ഥാനത്തിന്റെ വചനം. സാധ്യതകളൊന്നുമില്ലാതിരിക്കെ നടന്ന അത്ഭുതം, ഒരു സാധ്യതയുമില്ല, അത്ഭുതം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ എല്ലാ വാതിലും അടഞ്ഞു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ആ കല്ലറ മുദ്ര വെച്ചു. പട്ടാളക്കാരെ കാവൽ നിർത്തിയിരിക്കുന്നു. എഴുന്നേൽക്കാനോ പുറത്തു വരാനോ ഒരു സാധ്യതയില്ല. എഴുന്നേറ്റ് വരാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ പോലും, കാരണം അത്രത്തോളം ബലഹീനമാണ്. ശരീരം അടിച്ച് അവര് മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് വിലാവിൽ കുത്തിയപ്പോൾ വെള്ളവും രക്തവും കൂടെ പുറത്തു വന്നു. അത്രത്തോളം ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നൊലിച്ചുപോയി. ഇനി എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള കാര്യം. അങ്ങനെ എഴുന്നേറ്റ് വന്നാൽ തന്നെ കല്ലറ മുദ്ര വെച്ചിരിക്കുക, വലിയ കല്ലുരുട്ടി വെച്ചിരിക്കുക. മാത്രമല്ല പുറത്ത് കാവൽക്കാർ നിൽക്കുക. ഒരു സാധ്യതയില്ല. അങ്ങനെ സീറോ സാധ്യത, ഒരു സാധ്യതയുമില്ല എന്ന് തീർത്തു പറയാനുള്ള അവസരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെട്ടിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാ: നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു, അവരവനെ തറപ്പിച്ചു കൊന്നു. എന്നാൽ പിതാവ് മരണവാശങ്ങളെ അഴിപ്പിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പത്രോസ് പറയുന്നൊരു കാര്യമാണ്: നിങ്ങൾ കൊന്നവനായ യേശുവിനെ പിതാവായി ദൈവം ഉയർപ്പിച്ച് ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു. നമ്മൾ കേൾക്കുന്ന വചനം ക്രിസ്തുവിന്റെ വചനം. ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് സാധ്യതയൊരുക്കി അത്ഭുതം ചെയ്ത വചനം, സാധ്യമാക്കി തീർത്ത വചനം. അപ്പൊ നമ്മൾ കേൾക്കേണ്ട വചനം എന്താ? നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളുടെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നോക്കിക്കൊണ്ടല്ല ഇവിടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനം, പുനരുത്ഥാനത്തിന്റെ വചനം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ പ്രവൃത്തികളെ ചെയ്തെടുക്കാൻ ശക്തിയുണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ പണിതെടുക്കണം. ഞാൻ കേൾക്കുന്ന വചനം ക്രിസ്തുവിന്റെ വചനം. ക്രിസ്തുവിന്റെ വചനം ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് സാധ്യതയുടെ വഴി തുറന്ന വചനമാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിൽ സാധ്യതയുണ്ട്. സാധ്യതയില്ലായ്മകളുടെ മുമ്പിൽ നിന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, സാധ്യതയുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ക്രിസ്തുവിന്റെ വചനത്തെ കേൾക്കണം. നമ്മളൊരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ആ പ്രയാസം അഭിമുഖീകരിച്ച് പരാജയപ്പെട്ടവരും തീർന്നവരും തകർന്നവരെ കുറിച്ചല്ല കേൾക്കേണ്ടത്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ജയിച്ചവരെ കുറിച്ച് കേൾക്കണം, ജയിച്ചവരെ കുറിച്ച് കാണണം. അപ്പൊ നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന ഉറപ്പതാണ്, അവരിൽ അത് സംഭവിച്ചെങ്കിൽ എന്നിലും ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 8:11 പറയുന്നത്: ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും, ജീവിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ രോഗമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ നമ്മള് യേശുവിന്റെ മരണപുനരുത്ഥാനത്തെ ധ്യാനിച്ചാൽ മാത്രം മതി.
യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കും. എന്നിലും അതേ ആത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്നിലും അത്ഭുതങ്ങൾ സാധ്യമാണ്. അത് നമ്മുടെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്യാനായിട്ട്, വിശ്വാസത്തെ പണിയാനായിട്ട് യേശുവിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം കേൾക്കുക. ഇപ്പൊ വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത് 2 പത്രോസ് ലേഖനം 1-ാമത്തെയും 10-ാം വാക്യം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ, എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, അവിടെ 2 കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു: വിളിക്കുക, തെരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മെ വിളിച്ചത് പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപമാകാനായിട്ട് നമ്മളെ കർത്താവ് വിളിച്ചത് അതിനു വേണ്ടിയിട്ട്. അതായത് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് പൂർണ്ണ അനുസരണത്തെ, പൂർണ്ണമായ പിതാവിന്റെ തേജസ് വെളിപ്പെട്ടത് യേശുവിൽ. ആ പൂർണ്ണമായ തേജസ്, പിതാവിന്റെ തേജസ് വെളിപ്പെട്ട പുത്രനോട് അനുരൂപമാകാനായിട്ടാണ് നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ വിളി എന്ന് പറയുന്ന കർത്താവ് വിളിച്ച വിളി. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് നാം ആണ് തെരഞ്ഞെടുക്കുന്നത്. യെസ്, ഞാൻ റെഡിയാണ് കർത്താവ് എന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് അതിനകത്ത് ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സാധ്യതകൾ കുറവായിരിക്കും. പക്ഷെ അതിന് നടുവിൽ നിന്നുകൊണ്ട് മടുത്ത് തളർന്നു പോകുന്നതിന് പകരമായി എന്റെ മേൽ ഉള്ള വിളിയെ, അതിനെ ഞാൻ തെരഞ്ഞെടുക്കുക. കർത്താവ് ന്യായപ്രമാണം അവരുടെ മുമ്പിൽ കൊടുത്തിട്ട് പറഞ്ഞു: ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക, തെരഞ്ഞെടുപ്പ് നിങ്ങളെ. നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക, തെരഞ്ഞെടുപ്പ് നിങ്ങളെ. ഇരുട്ടും വെളിച്ചവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക, തെരഞ്ഞെടുപ്പ് നിങ്ങളെ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിനെ ഹവ്വയുടെ മുമ്പിൽ ആ ജീവവൃക്ഷത്തിന്റെ, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തെ അവിടെ വാതിലോ കാവലോ ഒന്നുമില്ല. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, അതിനെ പറിച്ചു ഭക്ഷിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ വൃക്ഷത്തെ കർത്താവ് വെച്ചത്. കർത്താവ് ആദമിനോട് പറഞ്ഞ കാര്യം ഇതാ: ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. ഈ വൃക്ഷഫലം കഴിക്കാതിരുന്നാൽ ജീവിച്ചുകൊണ്ടേയിരിക്കും, കഴിച്ച് മരണത്തെയും തെരഞ്ഞെടുക്കും. അപ്പൊ അവിടെ ആ ഫലം പറിച്ചു തിന്നതിലൂടെ മരണത്തെ സ്വീകരിച്ചു. അപ്പൊ അതേ ആദാമേ തലമുറയുടെ മുമ്പിൽ കർത്താവ് ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു: നിങ്ങളുടെ മുമ്പിൽ ഞാനിത് വെച്ചിരിക്കുക, ഇത് ചെയ്ത് അനുസരിച്ച് നിങ്ങൾക്ക് നീതി പ്രാപിക്കുകയും ചെയ്യാം, ഇതിനെ തെറ്റിച്ച് നിങ്ങൾ അനീതിയിൽ വസിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മള് വിളിച്ചത് ദൈവമാണ്, തെരഞ്ഞെടുപ്പ് നമ്മുടെ. നമ്മൾ പറയണം, നാം ഓരോരുത്തരും പറയണം: കർത്താവ് എന്നെ വിളിച്ചവളി ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട്, സമൃദ്ധിയോടെ ജീവിക്കാനായിട്ട്, രക്ഷയിൽ ജീവിക്കാനായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് എന്റെ വിളി അതാ. അതുകൊണ്ട് ഞാനത് തെരഞ്ഞെടുക്കാം. അപ്പൊ തെരഞ്ഞെടുപ്പ് നമ്മുടെ. അപ്പൊ ദൈവം, നമുക്കറിയാം, ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ്, വിളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായി പഴയ നിമിത്തം നമ്മൾ കാണുന്ന പോലെ ഓരോരുത്തരെ വ്യക്തികളായി വിളിക്കുന്ന വിളിയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ദൈവം അബ്രഹാമിനെ വിളിച്ചു, ഇസഹാക്കിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു, യോസഫിനെ വിളിച്ചു. നമുക്ക് അവരെ ഓരോരുത്തരെയും വിളിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വ്യക്തിപരമായ വിളിയെ പേര് ചൊല്ലി വിളിച്ചു, പേര് പറഞ്ഞു വിളിച്ചു. അത് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 43-ാമത്തെയും 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. യെശയ്യാവിന്റെ പുസ്തകത്തില് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. അവിടെ ആ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുന്ന അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്നെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പൊ അവിടെ ഈ വചനത്തിൽ ഓരോ സ്ഥലത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കും, പേര് ചൊല്ലി വിളിച്ചിരിക്കും. പഴയ നിയമത്തിലെ വിളി എന്ന് പറയുന്നത് പേര് പറഞ്ഞുള്ള വിളിയാണ്. ഓരോരുത്തരുടെ പേര് പറഞ്ഞു വിളിക്കും. അബ്രഹാമിനെ വിളിച്ചു. അപ്പൊ അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം, അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം, അബ്രഹാമിന് സന്തതിയെ കൊടുത്തവനായ ദൈവം ഇസഹാക്കിനെ കൊടുത്തിട്ട് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ പോയി യാഗം അർപ്പിക്കാൻ. ദൈവം ദാനമായി നൽകിയതാണ്. 100-ാമത്തെ വയസ്സിൽ കിട്ടിയ നിധിയായിട്ട് അബ്രഹാം കാണുന്ന ഒരു കാര്യം. അത് വചനം വ്യക്തമായി പറയുന്നുണ്ട്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ. അപ്പൊ അവിടെ
അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന് വസ്തുവകയുണ്ട്, ആടുമാടുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്, വെള്ളി പൊന്ന് എല്ലാം ഉണ്ട്. പക്ഷെ അബ്രഹാം സ്നേഹിച്ചത് തന്റെ മകനായ ഇസഹാക്കിനെ. ആ ഇസഹാക്കിനെ ദൈവം യാഗമാക്കി തരാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 18-19 വാക്യങ്ങളെ ഞാൻ വായിക്കാം. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളെ വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അർപ്പിക്കാൻ പോയെന്നല്ല, അർപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല, അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊള്ളുവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ സന്തതി, സീഡ് എന്ന് വിളിക്കപ്പെടുന്ന സന്തതി എന്ന് പറയുമ്പോൾ അപ്പന്റെ അതേ ഇമേജിനെയും അവകാശത്തെയും ചുമക്കുന്നവൻ എന്നാണ് സന്തതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, സീഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് ഇരിക്കെ ഏകജാതനെ അർപ്പിച്ചു. അപ്പം ഇസഹാക്കിനെ അർപ്പിച്ചു എന്നാ കാണുന്നത്. 19-ാം വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെ നേടുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ അബ്രഹാം വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചത്? എന്റെ മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 17-ാം വാക്യം, റോമർ 4:17, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പൊ അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്ന വിശ്വാസം ഇതാ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ വിശ്വാസം ഇതാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പൊ അബ്രഹാം വിശ്വസിച്ചു ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. പക്ഷെ അബ്രഹാം അന്ന് വിശ്വസിച്ചത് നമ്മളെ ഈ വായിച്ചതായ എബ്രായ ലേഖനം 11-19 കാണുന്ന പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പൊന്നും അബ്രഹാം കണ്ടില്ല. ഇവിടെ പറയുന്നത് തന്റെ മകനെ, തന്റെ സന്തതിയെ ഉയർപ്പിച്ച പോലെ കിട്ടിയെന്നാണ്. പക്ഷെ അവിടെ പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസത്താൽ അർപ്പിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പോർച്ചിൽ പിടിക്കുന്നതായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. പക്ഷെ അബ്രഹാം അങ്ങനെ അവന്റെ സന്തതി ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടില്ല. നമ്മൾ അങ്ങനെ എങ്ങും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല, അങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ട് കാണുന്നേ ഇല്ല. എന്നാല് അബ്രഹാമിന്റെ സന്തതി എന്ന ആ പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടത്. നമ്മളത് മനസ്സിലാക്കാനായിട്ട് ഗലാത്യ ലേഖനത്തില് അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്ര പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, സന്തതി, അബ്രഹാമിന്റെ സന്തതി, ഇസഹാക്കല്ല, ക്രൈസ്റ്റ്. അവിടെ വ്യക്തമാണ്, നമുക്ക് ഒരു ആശയക്കുഴപ്പവും ഇല്ല, വ്യക്തമായിട്ട് പറയുന്നു അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ്, ക്രിസ്തു. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ക്രിസ്തുവാണ് അബ്രഹാമിന്റെ സന്തതി. അപ്പൊ ചിന്തിച്ചു നോക്കുക, എബ്രായ ലേഖനം 11:19 അബ്രഹാം വിശ്വസിച്ചു, സന്തതിയുടെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിച്ചു. റോമലേഖനം 4:17 അബ്രഹാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. എന്നാൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ സംഭവിച്ചത് ഇസഹാക്കിന്റെ കാലത്തല്ല, ക്രിസ്തുവിൽ സംഭവിച്ചു. മരിച്ച യേശുവിനെ പിതാവായി ദൈവം ഉയർപ്പിച്ച് ക്രിസ്തുവും കർത്താവാക്കി വെച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത്, യേശുവിനെ ഉയർപ്പിച്ചതിലൂടെ അവർ ആ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതിനെ മക്കളിൽ നിവർത്തിച്ചു. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത് നിന്റെ മക്കളെ ഉയർപ്പിക്കും, അത് യേശുവിനെ ഉയർപ്പിച്ചതിലൂടെ പിതാവ് നിവർത്തിച്ചു. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമില്ലേ, അത് നിവർത്തിക്കപ്പെട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് ഒരുപക്ഷെ നമുക്കൊരു സംശയം തോന്നിയേക്കാം, ഇത് നടക്കുമോ, നടക്കത്തില്ലേ? പക്ഷെ നമ്മൾ വിശ്വസിച്ചതാണോ, നാം വിശ്വാസത്താൽ അതിനെ കണ്ടതാണോ, കർത്താവ് അതിനെ നിവർത്തിപ്പാൻ ശക്തൻ. അത് ഏത്
സാഹചര്യങ്ങളില്ലായ്മയുടെ മുമ്പിൽ കർത്താവ് അതിനെ നിവർത്തിപ്പാൻ ശക്തൻ. അപ്പൊ കർത്താവ് വിളിച്ചതാണെങ്കിൽ കർത്താവ് അതിനെ നിവർത്തിക്കും. ആണ് വിളിച്ചത് കർത്താവ്, വിളിച്ചവൻ അതിനെ നിവർത്തിപ്പാൻ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ഏതെങ്കിലും മേഖലകളിൽ ഈ വിളിയും തെരഞ്ഞെടുപ്പും അറിയാത്തവരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ മറന്നുപോകും. വിളിച്ചവൻ വിശ്വസ്തനാണ് നിവർത്തിക്കാനായിട്ട്. വിളിച്ച ദൈവം നിവർത്തിപ്പാൻ ശക്തനാ, ഒരു സംശയം വേണ്ട, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. വിളിച്ച ദൈവം അതിനെ നിവർത്തിപ്പാൻ ശക്തനാണ്. അത് നമ്മൾ 1 തെസ്സലോനിക്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്യ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, വിളിച്ചവൻ വിശ്വസ്തനല്ലോ, അവൻ അതിനെ നിവർത്തിക്കും. വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിവർത്തിക്കാനായിട്ട്. അപ്പൊ ഈ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പറഞ്ഞതിനെ കർത്താവ് നിവർത്തിച്ചു. ഉയർപ്പിക്കുമെന്ന് പറഞ്ഞത് ക്രിസ്തുവിൽ ഉയർപ്പിച്ചു. നമുക്ക് ഈ പഴയ നിയമത്തിൽ കർത്താവ് വിളിക്കുക എന്ന് പറയുന്നത്, വിളിക്കുക എന്ന് പറയുന്നത് പേര് പറഞ്ഞാ വിളിക്കുന്നത്. നമ്മൾ അതാണ് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് യാക്കോബിനോട് കർത്താവ് പറഞ്ഞു, യാക്കോബ് നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല, വെള്ളത്തിൽ കൂടെ നടന്നാൽ അത് നിന്നെ കവിയത്തില്ല, നദി നിന്റെ മേൽ കവിയത്തില്ല. അപ്പൊ കവിയുകയില്ല, വെള്ളം കവിയത്തില്ല, നദി കവിയത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനെ കർത്താവ് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയും, ഞാൻ നിനക്ക് പകരമായി ജാതികളെ കൊടുത്തിരിക്കും. നമ്മൾ അതിനെ മറ്റൊരു പരിഭാഷ കാണുന്ന ജനതകൾ, നേഷൻസ്, ജനതകളെ കൊടുത്തു. നിന്നെ ഞാൻ വിലയേറിയവനും മാന്യനുമായി കണ്ടു. എത്രത്തോളമാണ് നിന്റെ വില? യാക്കോബേ, നീ എത്രത്തോളം വിലയുള്ളവനാ? നീ എത്രത്തോളം വിലയുള്ളവനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിന്നെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്ന്, യാക്കോബിന്റെ ശരിതെറ്റുകളെ നോക്കിയിട്ടല്ല ദൈവം യാക്കോബിനോട് പെരുമാറുന്നത്. ദൈവം യാക്കോബിനോട് ഇടപെടുന്നത് അബ്രഹാമിനോടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ദൈവം യാക്കോബിനോടുള്ള ദൈവിക ഇടപെടലുകൾ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത്, യാക്കോബിനോടുള്ള ദൈവിക പെരുമാറ്റത്തിന് മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. അപ്പൊ അബ്രഹാം മൂലമാണ്, അബ്രഹാമിൽ കൂടെയാണ് ഇസഹാക്കിനെ അല്ലെങ്കിൽ യാക്കോബിനെ ദൈവം കാണുന്നത്. അപ്പൊ അവിടെ യാക്കോബിനെ വിലയേറിയവനായി കാണുന്നതിന് കാരണം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി. എത്രത്തോളം വിലയുള്ളവനായിട്ടാണ് കണ്ടത്? വിലയുള്ളവനായിട്ട് കണ്ടതെന്ന് പറയുമ്പോൾ എത്രമാത്രം വില കൊടുത്തു അത്രത്തോളം വിലയാണ് ജാതികളെ. അപ്പൊ അവിടെ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തില് 43-ാം അധ്യായത്തില് അതിന്റെ 3-ാം വാക്യം, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായ കൂശിനെയും സബിയെയും കൊടുത്തിരിക്കുന്നു. നീ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. കാരണം അപ്പൊ നിന്റെ വില ഈ മനുഷ്യരുടെ വിലക്ക് ഈക്വല. അത്രയും ആളുകളുണ്ട്, പക്ഷെ അവരെ നീ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിലയേറിയവൻ, മാന്യന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ശെബയെ, മിസ്രൈമിനെ ഒക്കെ കൊടുത്തിരിക്കുക. അപ്പൊ അവരോളം വിലയുള്ളവനായിട്ട് അതിനെ കാണുന്നത്. അവർ ജനതകളെ നിനക്ക് കൊടുത്തു, നിന്നെ ഒരു ജനതയാക്കി നിർത്താനായിട്ട്. ജനതകളെ നിനക്ക് വേണ്ടി കൊടുത്തു, ജാതികളെ നിനക്ക് വേണ്ടി കൊടുത്തു, നിന്നെ ഒരു ജാതിയാക്കി നിർത്താനായിട്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കാനായിട്ട് കൊടുത്ത വില, റോമാലേഖനം അതിന്റെ നമുക്ക് അറിയാം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്, തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി നൽകിയവൻ ആരെയാ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി
സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ വില എത്രയാ? സ്വന്തം പുത്രനോളം നമ്മൾ വിലയുള്ളവര്. അതായത് ഈ റോമർ 8:32 പറയുന്ന സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലം നമുക്ക് നൽകാതിരിക്കുമോ എന്ന വാക്യം നമുക്ക് വെറുതെ വായിച്ചു പോകാൻ എളുപ്പമോ? വളരെ ലാഘവത്തോടെ വായിച്ചു പോകാം. എന്നാൽ ചിന്തിച്ചു നോക്കുക, ജനതയായി നിലനിർത്താനായിട്ട് ദൈവം തന്റെ ജനത്തെ ജനതകളായി നിർത്താനായിട്ട് ജനതകളെ വില കൊടുത്തു. എന്നാൽ നിങ്ങളെയും എന്നെയും മക്കളായി നിലനിർത്താനായിട്ട് മകനെ നമുക്ക് വേണ്ടി യാഗമായി കൊടുത്തു. അപ്പൊ നിങ്ങൾ ഞാനും ആരാ? മക്കൾ, ദൈവത്തിന്റെ മക്കളാണ്. ക്രിസ്തുവിൽ നമ്മുടെ മക്കളാണ്. അപ്പോ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ക്രിസ്തുവിൽ നിവർത്തിച്ചു. ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിലൂടെ നിവർത്തിച്ചു. നമ്മൾ കർത്താവിന് വിലയേറിയവരാണ്. കാരണം നമുക്ക് തക്ക വില കൊടുത്തത്. പുത്രനെ കൊടുത്തു, നമ്മളെ പുത്രന്മാരാക്കി നിർത്താനായിട്ട്. നമ്മൾ പുത്രന്മാരാണ്. നാം പുത്രന്മാരായി തീരാനായിട്ട് പുത്രനെ വിലയായി കൊടുത്തു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നത് നാം പുത്രത്വം പ്രാപിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 5-ാമത്തെ വാക്യം, ഗലാത്യർ 4:5. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ പുത്രനെ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പുത്രന്മാരാക്കാൻ, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പുത്രനെ നൽകി. 1 യോഹന്നാന്റെ ലേഖനം ഇതിന്റെ 4-ാം അധ്യായം 9-ാം വാക്യം 10-ാം വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോ ജനതകളെ കൊടുത്തിട്ട് തന്റെ ജനത്തെ ജനതകളാക്കി നിർത്തി പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ പുത്രനെ തന്നിട്ട് നമ്മെ പുത്രന്മാരാക്കി നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. എത്ര വലിയ പദവിയാണ് നമുക്കല്ലേ? നമ്മൾ പുത്രന്മാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന് ദൈവം കൊടുത്ത തന്റെ സന്തതിയെ ഉയർപ്പിക്കുമെന്ന വാഗ്ദത്തം ക്രിസ്തുവിൽ നിവർത്തിച്ചു. അങ്ങനെ ക്രിസ്തുവിൽ നിവർത്തിച്ചതായ വാഗ്ദത്തത്തെ ക്രിസ്തുവിലാണ് പുനരുത്ഥാനം സംഭവിച്ചത്. ക്രിസ്തുവിനെയാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിൽ നമുക്ക് ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് സന്തതി, അബ്രഹാമിന്റെ സന്തതി ക്രിസ്തു തന്നെ. എന്നാൽ 3-ാം അധ്യായം ഗലാത്യ ലേഖനം 3:29 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അപ്പൊ ക്രിസ്തുവിനുള്ളവർ, പഴയ നിയമത്തിലെ വിളിയും പുതിയ നിയമത്തിലെ വിളിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തില് പേര് ചൊല്ലി വിളിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പേര് ചൊല്ലി വിളിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ പേര് ചൊല്ലി അല്ല വിളിക്കുന്നത്, ക്രിസ്തുവിലാണ് വിളിക്കുന്നത്. നിങ്ങളെ എന്നെ വിളിച്ചത് ക്രിസ്തുവിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പേര് പറഞ്ഞു വിളിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരൊറ്റ വ്യവസ്ഥയിലാണ് വിളിക്കുന്നത്, ക്രിസ്തുവിലായവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. പേര് ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു നീ വിലയേറിയവനാ. എന്നാൽ പുതിയ നിയമത്തിൽ പറയാം ക്രിസ്തുവിലായ നീ വിശേഷത ഉള്ളവനാ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പേര് ചൊല്ലിയല്ല വിളിക്കുന്നത്, ക്രിസ്തുവിനാണ് നമ്മളെ വിളിച്ചതും ക്രിസ്തുവിനാണ് നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തതും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒരു പഴയ നിയമത്തിൽ ദാവീദ് ഒരു രാജാവ്, ശൗൽ ഒരു രാജാവ്, അഹരോൻ ഒരു പുരോഹിതൻ, കുറച്ചു പേരൊക്കെ പുരോഹിതന്മാരായി. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളെ അന്ധകാലത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നിങ്ങൾ ആരാന്നറിയാമോ? നിങ്ങൾ രാജകീയ പുരോഹിത വർഗം. പ്രൈസ് ഗാഡ്. ഒരു രാജാവും ഒരു പുരോഹിതനും അല്ലല്ല, നിങ്ങളും ഞാനും രാജകീയ പുരോഹിത വർഗമായിട്ട് മാറി. എങ്ങനെയാ? ക്രിസ്തുവിലൂടെ. ഇന്ന് നിങ്ങളുടെയും എന്റെയും വിളി പേര് ചൊല്ലിയുള്ള വിളിയല്ല, ക്രിസ്തുവിലുള്ള വിളിയാണ്. ക്രിസ്തുവിന് എത്ര വാഗ്ദത്തങ്ങളുണ്ടോ, ക്രിസ്തുവിന്റെ മേൽ എത്ര എല്ലാം ദൈവിക പദ്ധതി ഉണ്ടോ, അതെല്ലാം നിങ്ങളുടെ മേലും എന്റെ മേലുമുണ്ട്. കാരണം നിങ്ങൾ ഞാനും ക്രിസ്തുവിലാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയിടാറുണ്ട്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ ബ്ലെസ്ഡ്. യു ആർ ബ്ലെസ്ഡ് ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്രിസ്തുവിലായി നിങ്ങളെയും മരണത്തിന് പിടിച്ചു വെക്കാൻ സാധ്യമല്ല, രോഗത്തിന് പിടിച്ചു വെക്കാൻ സാധ്യമല്ല, ശാപത്തിന് പിടിച്ചു വെക്കാൻ സാധ്യമല്ല, തിന്മകൾക്ക് പിടിച്ചു വെക്കാൻ സാധ്യമല്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മെസ്സേജ് ഒരിക്കൽ കൂടെ കേൾക്കണം. നിങ്ങളോട് തന്നെ ഉറപ്പിക്കണം, യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ക്രിസ്തുവിലാണ്. ആ ബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ഓരോ നാളുകളെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുക. ആമേൻ, ഹല്ലേലൂയ. ജനതയായി തന്റെ ജനത്തെ നിർത്താനായിട്ട് ജനതകളെ വില കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്നെ മക്കളാക്കി നിർത്താനായിട്ട് സ്വന്തം പുത്രനെ യാഗമാക്കി നൽകി. എത്രയോ വലിയ ഭാഗ്യ പദവിയാണ് നിങ്ങൾക്കും എനിക്കുമുള്ളത്. സ്തോത്രത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൽ ഞങ്ങൾ വിലയേറിയവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, കർത്താവ് ഞങ്ങൾ വിശേഷതയുള്ളവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിലെ ശക്തിയും കൃപയും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ്, ആരെങ്കിലും രോഗികളായി ഡെഡ് എൻഡ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നെങ്കിൽ, മരണകരമായ രോഗത്താൽ പിടിക്കപ്പെട്ടവർ തകർന്നുപോയി, കഴിഞ്ഞുപോയി എന്ന് ഭയത്തോടെ നിൽക്കുന്നവർക്കായി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ കർത്താവെ, അവരിലേക്ക് ജീവൻ പ്രവേശിക്കട്ടെ. ആ ശരീര അവയവങ്ങളിലേക്ക് ജീവൻ പ്രവേശിക്കട്ടെ. കർത്താവെ, ഹാർട്ടിൽ, കർത്താവെ, ഹല്ലേലൂയ, ലിവറിൽ, ആമേൻ, ലങ്സില്, ആമേൻ, കണ്ണുകളിൽ, കിഡ്നിയില്, കർത്താവെ, ഹല്ലേലൂയ, ഇൻഡസ്ട്രിയില്, ആമേൻ, അത്ഭുതകരമായ വിടുതലിലെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, അവരുടെ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം നോർമൽ ആകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളെയും സൗഖ്യമാക്കാൻ ശക്തനായി കർത്താവെ, ഹല്ലേലൂയ. മനുഷ്യബുദ്ധിക്ക് അതീതമായി ഇടപെടുന്ന ദൈവമഹത്വം ഇപ്പോൾ തന്നെ ശരീരങ്ങളെ സ്പർശിക്കട്ടെ. പൂർണ്ണമായ വിടുതൽ അവരുടെ മേൽ കൽപ്പിക്കുന്നു കർത്താവെ, പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി, അത്ഭുത വിടുതലായി ചെയ്തതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സാമ്പത്തികമായ വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. ഓരോരുത്തരും നിങ്ങളുടെ കരങ്ങളേൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു, മാനിക്കണം, എല്ലാം നന്മയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. ധൈര്യത്തോടെ, ഉറപ്പോടെ, വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട്. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ജയോത്സവം നടത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയായിരിക്കട്ടെ. അതായത്, ജനതയായി തന്റെ ജനത്തെ നിർത്താനായിട്ട് ജനതകളെ വില കൊടുത്തു, ജാതിയായി നിർത്താനായിട്ട് ജാതികളെ വില കൊടുത്തു. എന്നാൽ നിങ്ങളെ എന്നെ മക്കളാക്കി നിർത്താനായിട്ട് സ്വന്തം മകനെ യാഗമായിട്ട് നൽകി. നമ്മൾ എത്രയോ വിലയേറിയവരാണ്. യേശുവിനെ, ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെയും സാധ്യമല്ല. രോഗവും ശാപവും ദാരിദ്ര്യവും നിങ്ങളുടെ മേൽ വാഴുകയില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ മെസ്സേജ് നിങ്ങൾ ഒരിക്കൽ കൂടെ കേൾക്കണം. നിശ്ചയമായതും അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.